How was experience? Experience was പുതിയ കടലക്കുള്ള ഡിമാൻഡ് എന്റെ ചുരുണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൈ ഇങ്ങനെ വരുക തലവന്റെ 65th ഡേ നടക്കുക. മനോജേട്ടൻ നമ്മള് പൊട്ടിത്തെറിച്ച് മനുഷ്യന്മാരെ ഓരോ മുടിയും പറക്കി വെച്ചിട്ട് ഷേവ് ചെയ്ത് കളയണോ. ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു ലേബിൾ ഞാനൊരു നല്ല മനുഷ്യനാണ്, ഒരു നന്മപരനാണെന്നൊക്കെ ആളുകൾക്ക് തോന്നാൻ പാടില്ല. ഡാൻസ് കളിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ്. സ്കൂളിലോ കോളേജിലോ ഒന്നും ഒരു രീതിയിലുമുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നില്ല. സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ എല്ലാവർക്കും ഉണ്ടാവും, അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഞാനൊരു ഫംഗ്ഷന് ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ഒരു വെളിച്ചം ഇങ്ങനെ അടിക്കുകയാണ്. മമ്മൂട്ടി ഞാനൊരു മീറ്റിങ്ങിനെ സ്റ്റക്കായിട്ട് വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ആസിഫ് അലി, നഹാസ് ആൻഡ് തങ്കം ചേട്ടൻ. സോ 3 പേർക്കും വെൽക്കം ടു ഷോ. ആസിഫ്, ഇന്നലെ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ആസിക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 25ാമത്തെ പുതിയ ഡയറക്ടറാണ്. 25ാമത്തെ ആണെന്നാണ് എൻ്റെ ഒരു ഞാൻ എന്റെ കരിയറിന്റെ ഒരു മേജർ ചങ്ക് വർക്ക് ചെയ്തിരിക്കുന്നത് പുതിയ ആളുകളോടെയാണ്. അതിൽ വലിയ മൈൽ സ്റ്റോൺ സിനിമകളുണ്ട്. അതായത് അനുരാഗ് കരിക്കുമ്പളുണ്ട്, ഹണീബി ഉണ്ട്, ബൈസിക്കിൾ തീവ്സ് ഉണ്ട്, അങ്ങനെ കുറെ സിനിമകൾ. അപ്പൊ ഈ പുതിയ ഡയറക്ടേഴ്സ് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ഒരു സിനിമയിൽ അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റന്റ് ആയിട്ടോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നഹാസിൽ കണ്ട കോൺഫിഡൻസ് എന്തായിരുന്നു? നഹാസ് നല്ലൊരു പണിക്കാരനാണ്, നല്ല പറന്ന് നിൽക്കുന്ന, അതായത് നമുക്ക് ഈ ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ആളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരാളാണ്. ഞാൻ അനുരാഗ് കരിക്കൻ വെള്ളം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ടീമിനെ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. ഈവൻ തങ്കത്തിനെ പോലും മീറ്റ് ചെയ്യുന്നത് ആ സമയത്താണ്. അപ്പൊ ഞങ്ങള് ഇപ്പം നാസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ പോലും നാസ് വർക്ക് ചെയ്യുന്ന രീതിയും നാസിന്റെ സിനിമയോടുള്ള അപ്രോച്ചും ഒക്കെ എനിക്കറിയാം. ഇപ്പം റഹ്മാന്റെ കൂടെ ഫുൾ ടൈം ഇങ്ങനത്തെ ഒരു ഗ്യാങ് ആ സിനിമയിലും ലൊക്കേഷനിലും ഓൺ ആൻഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നാസിനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഈ തീരുമാനം ഞാൻ എടുത്തത് ഒരുപാട് പണി കിട്ടിയതിന് ശേഷമാണ് കേട്ടോ. ഇപ്പം ചില സിനിമകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ജുറാസിക് പാർക്കിന്റെ കഥ പറയും, പക്ഷെ ഇത് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഏതപ്പാ കോഹോങ്കരം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ പുതിയ ആളുകളോട് വർക്ക് ചെയ്യുമ്പോൾ പേഴ്സണലി നമുക്ക് അറിയാവുന്നവര് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും വർക്ക് ചെയ്തവരോ നമ്മളോട് ആരെങ്കിലും കൃത്യമായി പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാമെന്ന് തീരുമാനം എടുത്തത്. നാസിന്റെ ഫേസ്ബുക്കിൽ പണ്ടത്തെ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ആസിക്കയുടെ ഭയങ്കര ഐക്കോണിക് പണ്ടത്തെ സ്റ്റുഡിയോയിലൊക്കെ ഉള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ മറ്റേ ബ്ലാക്ക് കോട്ട് ഇട്ട്. അന്ന് ആസിഫ ഫാൻ ആണ്. ആസിഫാനെ നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഫാൻ ബേസ് അങ്ങനെ ആരോടും അങ്ങനെ ഇല്ല, നമുക്ക് ഇഷ്ടമാണ്. ആസിഫാനെ ഇഷ്ടം. പിന്നെ ഞങ്ങള് ആക്ച്വലി ഉണ്ടെന്ന് പറഞ്ഞ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. കെട്ടിയോളാണെന്റെ മാലാഖയിൽ ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്താണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഈ കാരണം ഈ ക്യാരക്ടർ ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. ആ ലുക്കിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെയാ? ലുക്കിലേക്ക് എത്താന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആസിഫിക്ക പിടിക്കാത്തൊരു ലുക്ക്, അതായത് 2 ക്യാരക്ടേഴ്സും അവര് ചെയ്യാത്തൊരു ലുക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കെട്ടിയോളിന്റെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അനന്തു ഉണ്ട്. അപ്പൊ അനന്തു വരച്ചാണത്. അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ അങ്ങനെ തങ്കഞ്ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മള് ഇതുവരെ ചെയ്യാത്തൊരു രൂപത്തിൽ വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ ഇക്കാനെ കൊണ്ട് ഒരുപാട് ഫുഡൊക്കെ കഴിപ്പിച്ച് വയറ് ചാടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 6 പാക്ക് ആക്കി നിൽക്കുക. കാരണം നമ്മൾ ഈ സിനിമ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് ഷൂട്ടിന് കുറച്ച് ഡിലേ വന്നു. എന്റെ ഡേറ്റ്സ് ഒന്ന് സോർട്ട് ചെയ്യാൻ. അപ്പൊ എനിക്ക് ടിക്കറ്റ് ആക്കിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ടൈമായി. അപ്പൊ ഞാൻ ഈ ടിക്കറ്റ് ആക്കിയിൽ ഒരു വലിയ മേജർ ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 6 മാസം എടുത്ത് അതിന്റെ ബോഡി ബിൽഡിങ് എല്ലാം കഴിഞ്ഞ് എന്റെ ശരീരം നന്നാവുന്നതനുസരിച്ച് നഹാസിന് ടെൻഷൻ കൂടുതലാണ്. ഈ ക്യാരക്ടറിന് അങ്ങനെ ലുക്ക് വരാൻ പാടില്ല. അപ്പൊ ഓരോ പ്രാവശ്യവും നഹാസിന്റെ സ്ക്രിപ്റ്റ് റീഡിങ്ങിനും ഡേറ്റിന്റെ ഡിസ്കഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ ഷർട്ട് ഇല്ലാണ്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് കാരവലിരുന്ന് സംസാരിക്കും. നഹാസ് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക, ശരീരം നോക്കണേ, ശരീരം നോക്കണേ, ഇങ്ങനെ ആവാതെ നോക്കണേ. അത് കഴിഞ്ഞ് എനിക്ക് ഷൂട്ടിനിടയിൽ ഒരു ആക്സിഡന്റ് ആയി. ഞാൻ വീട്ടില് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പൊ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ബെഡ് റെസ്റ്റ് ആണ്, വർക്ക്ഔട്ട് നടക്കില്ല. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നഹാസിന് സന്തോഷമായത്. അങ്ങനെ എനിക്ക് ഒരു നിറവയറും നല്ല കവളും ഒക്കെ ആയി. പിന്നെ ഇതിന്റെ ഫസ്റ്റ് നറേഷൻ കഴിഞ്ഞപ്പോ മുതൽ എനിക്ക് ഫസ്റ്റ് നറേഷൻ വന്നപ്പോ തന്നെ ഇതിന്റെ ഒരു
അപ്പിയറൻസിന്റെ ഒരു ലുക്ക്. അപ്പൊ തങ്കം എപ്പം കെട്ടിടാണെന്റെ മാലാക പറയുമ്പോ പോലും എന്റെ അടുത്ത് ക്യാരക്ടറിന്റെ അപ്പിയറൻസ് വെച്ചിട്ടാണ് കഥ പറയുക. അപ്പൊ ഇതും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ ആദ്യം മുതലേ നമുക്കുണ്ടായിരുന്നതാണ് ഈ ഹെയർ സ്റ്റൈൽ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞിരുന്നു ഇപ്പത്തെ ഒരു ഇതൊക്കെ വെച്ച് നമ്മൾ ഈ തല ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുടി തിരിച്ചു വരണം എന്നൊരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ടല്ലേ മറ്റേ ഒരാൾ പറഞ്ഞ ആസിഫ് അലി വിഗിലാണ്ട് പോകും. ഈ സ്ലീവാച്ചന്റെ ക്രിയേറ്റർ എന്നുള്ള അടുത്ത സിനിമയുള്ള അപ്പൊ ഈ സ്ലീവാച്ചനെ പോലെ ഒരുപാട് പേര് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഒരുപാട് ഹോണസ്റ്റ് റിവ്യൂസ് ഉണ്ട്. ഇപ്പൊ ആസിഫിനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്റെ ഉള്ളിൽ ഒരു ശ്രീവാച്ചൻ ഉണ്ടായിരുന്നു. ശരിക്കും ആ തോട്ടിൽ നിന്ന് എങ്ങനെയാ ഇവോൾവ് ചെയ്ത് ഇപ്പോ സിനിമയിലേക്ക് വരുന്നത്? ആദ്യമായിട്ട് ആസിയോട് തന്നെയാണ് ഈ കഥ പറയുന്നത്. ഏറ്റവും ആദ്യം ആസിയാണ് ഓർക്കുന്നില്ലേ സാറിൻ്റെ അടുത്ത്. പിന്നെ കഥ രൂപപ്പെടുന്നതാണല്ലോ. അപ്പം അതിനകത്തിട്ട് ഒരാളെ പ്ലേസ് ചെയ്യുന്നല്ലേ. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങളൊന്നും ആദ്യം തന്നെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു കഥ ജനിച്ചപ്പം പിന്നെ ആസി അതിനകത്ത് വർക്കായി എന്നുള്ളതാണ്. സ്ലീവാച്ചിനും അങ്ങനെ തന്നെ. അതിനകത്ത് ആസി അല്ലാതെ വേറെ ആൾ അത് ചെയ്താൽ അപ്പോൾ അത് വർക്കായി എന്നുള്ളതാണ്. ഈ സിനിമയിലും ആസി വളരെ മനോഹരമായിട്ട് വർക്കായി എന്നുള്ളതാണ് നിഗമനം. ഈ ഫോണിൽ കൂടെ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആള് ഈ സെറ്റില് ആക്ച്വലി ഇന്റർവെൽസിനാണല്ലോ മിക്ക സ്റ്റോറികളുടെ മണ്ണിലും കേൾക്കുക. അപ്പോ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിൽ നിന്നായിരിക്കും നമ്മൾ ഈ സ്റ്റോറി കേൾക്കണേ. അപ്പൊ ശരിക്കും എങ്ങനെ ആ ക്യാരക്ടറായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഇതിന് ഒന്ന് നറേറ്റ് ചെയ്യുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മുന്നേ ഇതിന് ഉത്തരം പറഞ്ഞ് പണി മേടിച്ച ആളാണ്. ഞാൻ പറയാം, എനിക്ക് താല്പര്യമുള്ള സിനിമയാണെങ്കിൽ ഞാൻ സമയമെടുത്ത്, അല്ല പ്രതീക്ഷയുള്ള കഥയാണെങ്കിൽ ഞാൻ സമയമെടുത്ത് ഒരു സ്പേസിലിരുന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ നമ്മളിത് ഇത് പറഞ്ഞ് എങ്ങനെയും ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞ് വരുന്ന ചില ആൾക്കാരുണ്ട്. ഒന്ന് കണ്ടേ പറ്റുള്ളൂ. അപ്പൊ അവരെയാണ് ലൊക്കേഷനിൽ വിളിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ ആർക്കും ലൊക്കേഷനിൽ കേൾക്കണ്ട, എല്ലാവർക്കും റൂമിൽ കേട്ടാൽ മതി എന്ന് പറഞ്ഞ അവസ്ഥ. പിന്നെ ഇത് കരിക്കുംവെള്ളം കെട്ടിയാറാന്റെ മാലാക ഞാൻ കേൾക്കുന്നത് വിജയ് സൂപ്പറിന്റെ ലൊക്കേഷനിലാണ്. അതായത് ഒരു ദിവസം ഷൂട്ട് മഴ കാരണം തങ്കം വരുന്നു, തങ്കവും നിസാമും കൂടെ വരുന്നു. നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിച്ച് നമുക്കൊരു ബ്രേക്ക് ഉള്ളപ്പോൾ പിടിക്കാന്നുള്ള മൈൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ ബാക്ക്ഡ്രോപ്പിൽ മഴയുണ്ട്. ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ നേരമായിട്ട്. അപ്പൊ പിന്നെ ഷൂട്ട് നടക്കൂല എന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരു കാറിൽ കയറി അവിടെ ഇരുന്ന് തങ്കം ഒറ്റ ശ്വാസത്തിൽ പറയുന്നു, ഞാനിത് കേട്ട് ചിരിച്ച് കമ്മിറ്റ് ചെയ്യുകയാണ്. ആ പുറകിൽ പെയ്ത മഴയായിരുന്നു 2018 പ്രളയം. അന്ന് ബ്രേക്കായ ഷൂട്ട് 16 ദിവസം കഴിഞ്ഞു. അപ്പം ഈ തങ്കത്തിന്റെ നറേഷൻ ഭയങ്കര രസമാണ്. നമുക്ക് സിനിമ കാണുന്നത് പോലെ അത് വിഷ്വൽ ചെയ്യാൻ പറ്റും. ആളുകളുടെ സ്വഭാവവും പെരുമാറ്റ രീതിയും അയാളുടെ അപ്പിയറൻസും എല്ലാം വെച്ചിട്ടാണ് തങ്കം കഥ പറയുക. അപ്പൊ എനിക്കിത് തങ്കത്തിന്റെ നറേഷനിൽ ആര് കേട്ടാലും അതിലെ ഹ്യൂമർ ഭയങ്കര പുതിയതായിരിക്കും, ഭയങ്കര ഒറിജിനൽ ആയിരിക്കും. അപ്പൊ തങ്കത്തിന്റെ എക്സ്പീരിയൻസ് ആണ്, ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും പറയുന്നത്. തങ്കം ഈ ഇപ്പൊ സ്ലീവാച്ചനാണെങ്കിലും ഇപ്പൊ ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിലും സ്ലീവാച്ചനായിട്ട് എനിക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലാട്ടോ. പക്ഷെ ഇവരെല്ലാം തങ്കത്തിന് അറിയാം. ഇവരുടെ എല്ലാ കഥകളുടെ ഒരു ഐഡിയ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് തങ്കത്തിന്റെ ഭാവനയിലാണ് ഇത് വളരുന്നത്. അപ്പൊ ഇത് പറയുമ്പോ ഇതിന്റെ ഡീറ്റെയിലിംഗ് ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെയാണ് തങ്കം വന്ന് ഇത് പറയുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഇരുന്ന് കേട്ട് ഫുൾ. അപ്പൊ എനിക്കിത് ഞാൻ ഷോട്ടിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കഥ തീർത്തിട്ട് പോയാൽ മതി. തങ്കം പറഞ്ഞു തുടങ്ങി. ഇപ്പൊ നമ്മള് ഷൂട്ടിംഗ് ടൈമിൽ ഇപ്പൊ ഈ പടം ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും രാത്രിയുള്ള നമ്മുടെ സെക്ഷൻസിനൊക്കെ നമ്മൾ ഇരിക്കുമ്പോ തങ്കത്തിന്റെ പല കഥകളും ഉണ്ട്. ഞാൻ അപൂർവമായിട്ടാണ് ചില സദസ്സുകളിൽ സംസാരിക്കാതിരിക്കുന്നത്. അതൊന്നും തങ്കമുള്ളപ്പോഴാണ്. ഈ ശരിക്കും കരിക്കുംവെള്ളം ഇറങ്ങുന്നതിന് മുമ്പേ അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇൻ കേസ് കരിക്കുംവെള്ളം അന്ന് വർക്കായില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ ഞാൻ കുറച്ചാള് ശരിക്കും ഒന്ന് ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പൊ ഈ നമ്മൾ ഈ കറക്റ്റ് ടൈമിൽ ഒരു ഹിറ്റ് വേണം എന്നുള്ളൊരു സ്ഥലത്തൊക്കെ ആസിഫിക്ക് ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് പറഞ്ഞ പോലെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മേക്കേഴ്സ് ഉണ്ട്. ശരിക്കും ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഡെസ്പറേറ്റ്ലി ഒരു ഹിറ്റ് വേണ്ടപ്പോ ആസിഫിക്ക സിനിമ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാറുണ്ട്. എങ്ങനെ ആ ഒരു റിലീസിന് മുമ്പ് ആ ഭയങ്കര ഹെവി എക്സ്പെക്ടേഷൻസ് ഉള്ള സിനിമകളുടെ പ്രോസസ്സിൽ ഉണ്ടാവും? പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് എല്ലാ സിനിമയ്ക്കും നമ്മളിടുന്ന എഫേർട്ട് ഒന്ന് തന്നെയാണ്. ഒരു സിനിമയെ നമ്മൾ കുഞ്ഞതായിട്ട് കാണില്ല. എല്ലാത്തിനും നമ്മൾ, ഞാൻ എപ്പോഴും പറയാറില്ല, റിലീസിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിയുന്നത് വരെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് വിശ്വസിച്ചിട്ടാണ് എല്ലാ പടത്തിനും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അത് ഓഡിയൻസ് ഇരുന്ന് കൂവുന്നത് കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കൂലി കിട്ടുന്ന സ്ഥലമാണെന്നുള്ളത്. അതിന് ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് പുതിയ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴേ ആ സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇനി ആരെ കൊണ്ടൊന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ റിലീസിന് മുന്നേ ഇതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടില്ല.
അപ്പൊ ഞാൻ ഇതുപോലെ പല സമയത്തും കൃത്യമായ സിനിമകൾ സംഭവിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതോ വേറൊരു പ്ലാനിങ് നടത്തുന്നതോ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ ഭയങ്കര അഷ്വേർഡ് ആയിട്ടുള്ള സംവിധായകരുടെ വർക്ക് ചെയ്യുന്ന സിനിമകൾ ജയിക്കണം എന്നൊന്നുമില്ല. പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സിനിമകളാണ് കൂടുതലും വിജയിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ആദ്യത്തെ സിനിമയ്ക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു പവർ ഉണ്ടല്ലോ. അത് ഫസ്റ്റ് സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ എല്ലാവർക്കും ഉണ്ടാവും. അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിപ്പോഴും ഈ ഭയങ്കര സിമിലർ ലൈൻസ് നാനിയുടെയും കരിയറിൽ എപ്പോഴും വന്നിട്ടുണ്ട്. ഭയങ്കര ഹെവി ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഞാൻ. അപ്പൊ ഒരിക്കലും നാനിനോട് ഇങ്ങനെ വെച്ചാൽ ഞാൻ എല്ലാവരും അത് റിസ്ക് ആണെന്ന് പറയും, പക്ഷെ എനിക്കത് റിസ്ക് അല്ല. ആസിക്കൊക്കെ അങ്ങനത്തെ ഒരു തോട്ട്സ് ഉണ്ടോ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോൾ? എനിക്ക് എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ ഒരു എടാപോടാ ബന്ധമുണ്ട്. സെൽഫി ഭയങ്കര കൈമസ്. അതെ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷനിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിതൊരു ഓഫീസ് ജോബ് ഹൈറാർക്കി വലിയ ആളാണ് അങ്ങനെ പറ്റില്ല. എനിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബിൽ സിനിമ ചെയ്യണം. ഇപ്പം തങ്കമാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ വർക്കാണല്ലേ, തങ്കം ഇങ്ങനെ വന്നിട്ട് മച്ചാനെ കിട്ടല്ല മച്ചാനെ ഇതല്ല മച്ചാനെ എന്ന് പറഞ്ഞിട്ട് തങ്കത്തിന് വെപ്രാളമുണ്ട്. തങ്കത്തിന് എപ്പോഴും വെപ്രാളമാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഏത് ഷോട്ട് എടുത്ത് കഴിഞ്ഞാലും ഞാൻ സുരാജേട്ടൻ നഹാസിനെ നോക്കും, നഹാസ് ഇങ്ങനെ കുറെ നേരം നോക്കി എന്നിട്ട് തങ്കത്തിനെ നോക്കും, തങ്കം നോക്കി ഓക്കെ എന്ന് പറഞ്ഞാലാണ് അതൊരു ടീം എഫേർട്ടാണ്. അത് ഒരാൾക്ക് മാത്രമുള്ള വിശ്വാസമല്ല. ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി നടക്കുന്നത് എപ്പോഴും പുതിയ ആളുകൾ അല്ലെങ്കിൽ നമ്മളൊരു സിമിലർ ഏജിലുള്ള ആളുകളോട് വർക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലാലേട്ടനെ പറ്റി നമ്മൾ പറയുമ്പോൾ ലാലേട്ടന്റെ പഴയ സിനിമകളെ പറ്റി പറയുമല്ലോ നമ്മൾ. ഇപ്പം കിലുക്കത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന രീതിയൊക്കെ പറ്റി പറയുമ്പോൾ അതൊരു സൗഹൃദത്തിന്റെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് അതിനുണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ ഇത് ചെയ്താൽ ഇവരെന്ത് പറയും നമുക്ക് ഒരു സീനിയറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു കൂതറടി അവിടെ അടിച്ചു കഴിഞ്ഞിട്ട് അത് വർക്കായില്ലെങ്കിൽ തങ്ങളുടെ പൊന്നു വച്ചാലേ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്കും ഒരു ഫ്രണ്ട്ഷിപ്പും അതാണ് ഈ പുതിയ ആളുകളുടെ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സൗകര്യം. ഈ ശ്രീവാച്ചന്റെ അങ്ങനത്തെ ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, മച്ചാനെ വർക്കാവുള്ള ഷോട്ടുകൾ? ശ്രീവാച്ചനെ കൂടുതലും കൈകാര്യം ചെയ്തത് നിസാം തന്നെയാണ്. അത് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷനിലാണ്. ആ മോഡുലേഷൻ, മൈന്യൂട്ട് മോഡുലേഷൻ അവനതിനകത്ത് ചിലതെല്ലാം കണ്ടിരുന്നു. എന്നാൽ പോലും ഓരോ പരിപാടി കഴിയുമ്പോഴും മച്ചാൻ എന്നോട് വന്നിച്ച് തങ്കം ഓക്കെ അല്ലേ എന്ന് എനിക്ക് മറ്റേ തേടമ്പേർ നോക്കുന്ന പോലെ തങ്കത്തിനാണ് നോക്കുക. കാര്യം ഇത് ഏറ്റവും കൃത്യമായി ഈ ക്യാരക്ടേഴ്സിനെ കിട്ടുന്നത് തങ്കത്തിനാണ്. ഇതിന്റെ മാനറിസം, ഇയാള് സംസാരിക്കുന്ന രീതി. ഇപ്പൊ കെട്ടേണ്ട മാലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് തങ്കത്തിന്റെ സ്റ്റൈലിലാണ്. തങ്കം നോർമലി സംസാരിക്കുന്ന ആസിയൊക്കെ സ്ലീവാച്ചിനകത്തൊക്കെ വന്നതിന് ശേഷം ശരിക്കും ഇന്നായി അങ്ങോട്ട്. ഇന്നായി എന്ന് പറയുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തുള്ള സ്ലീവാച്ചിനെ ആസി പലപ്പോഴും തന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കെട്ടുവെള്ള മലയിലെ ക്ലൈമാക്സിൽ റൺസിനെ ഞാനൊന്ന് തൊട്ടോട്ടെ, അത് സ്ക്രിപ്റ്റില്ലായിരുന്നു. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഓർക്കുന്നുണ്ടോ തങ്കം? അപ്പം ഞാൻ പുറത്ത് എവിടെ നിൽക്കുമായിരുന്നു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ആ തൊട്ടോട്ടെ എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ മനസ്സിലെന്താണ് അത് ഉദിക്കാത്തത്. കാര്യം ഇയാൾ അനാവശ്യമായിട്ട് തൊട്ടതിനാണ് ആ വിഷയം ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹം അത്ര ഇന്നായതുകൊണ്ടാണല്ലോ ആ ഒരു ഇമോഷൻ സീൻ കൈകാര്യം ചെയ്യുമ്പം ഒന്ന് തൊട്ടോട്ടെ എന്ന് ആദ്യം ചോദിച്ചു. അത് സ്ക്രിപ്റ്റിലില്ല, അത് ഇയാൾ അത്ര ഇന്നായി നിന്നുകൊണ്ടാണ്. മനസ്സിലല്ലേ? ഇപ്പോൾ നമുക്കൊരു ചെറിയ സെഗ്മെന്റ്, ഇറ്റ്സ് ലൈക്ക് അമിഗോസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെഗ്മെന്റ് ആണ്. അപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങൾ ബോസ് എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്ഥിരം കണ്ടിന്യൂറ്റി ആയിട്ട് അങ്ങനെ ഇപ്പൊ നമ്മൾ മച്ചാനെന്ന് വിളിക്കില്ല, അതിനെ റീപ്ലേസ് ചെയ്ത് ബോസ് എന്ന് വിളിക്കാം. ഞാൻ വിളിക്കുന്ന ആരുമില്ല അങ്ങനെ, എന്നെ മച്ചാനെ വിളി. നമ്മള് പിന്നെ പരസ്പരം വിളിക്കുവായിരുന്നല്ലേ ബോസേ? പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് സമയത്ത് നമ്മൾ ഇത് യൂസ്ഡ് ആവണമല്ലോ. അതായത് ആ വിളിക്ക് നമുക്കൊരു സ്വാഭാവികത വരണമെങ്കിൽ അത് വിളിച്ച് ശീലമാവണം. അപ്പൊ ഈ സുരാജേട്ടന് ഞാനും കൂടെ ഇതുപോലെ ഇടയ്ക്ക് വൈകുന്നേരം സംസാരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ബോസേ. ഓക്കെ, വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടോ? ചായ കുടിക്കാൻ പോകുന്ന അതേ ഉള്ളൂ. ഉറപ്പായിട്ടും ഈ നേച്ചറായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ആരെ? നേച്ചറായിട്ട് ഉറപ്പായിട്ടും.
അതെന്ത് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്ററുകളിലൊന്നൊക്കെ എപ്പോഴും കാണുന്ന ഒരു സൺറൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആള് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് തന്നെ അമീബ നേച്ചർ എന്നാ. അല്ല, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന അത് സ്വാഭാവികമായിട്ട് നിൽക്കണമല്ല, മനുഷ്യനെല്ലാം പ്രകൃതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി ചേർന്ന് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞ് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ എൻ്റെ വീട്ടുകാർ ഞാനൊരു സ്റ്റാർ ആയെന്ന് തിരിച്ചറിഞ്ഞ മൂമെന്റ് ഉള്ളു. സത്യനന്ദിക്കാട് സാറിന്റെ പടം അഭിനയിച്ചത് സ്റ്റാർ ആയിരുന്നല്ലോ, ഒരു സിനിമ നടനായി എന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് അവരെ അംഗീകരിച്ചത്. പാട്ടൊക്കെ വീട്ടില് അത് പാട്ടിന്റെ അല്ല, സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞൊരു ലേബൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാഗമായപ്പോഴാണ്. അതായത് ജയറാമേട്ടനുണ്ട്, മമതയുണ്ട്. അപ്പൊ അതിനു മുന്നേ ഋതു ചെയ്തപ്പോഴും അപൂർവരാഗം ചെയ്തപ്പോഴും ഒരു കൂട്ടം പുതിയ ആളുകൾ വരുന്നു. ഇപ്പൊ സിബിമലയിൽ സാറുണ്ട്, ശ്യാം സാർ ഉണ്ടെങ്കിൽ പോലും പുതിയ ആളുകളുടെ ഒരു സിനിമയാണ് എന്നുള്ളതായിരുന്നു അവർക്ക് തോന്നിയത്. പക്ഷെ സത്യനന്ദിക്കാടിന്റെ കൂടെ ജയറാമേട്ടന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായത്. ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്? സിനിമയിൽ വരുന്നതിന് മുന്നേ കണ്ട എല്ലാവരും അൺഎക്സ്പെക്ടഡ് ആണല്ലോ. ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിൽ ഇപ്പൊ കമൽഹാസൻ സാറിനെ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്നത് ഇവിടെ ലെമറിഡിയിൽ വെച്ചിട്ടാണ്. പൊക്കം നോക്കിയിരുന്ന സൈഡിൽ പോയി. അപ്പൊ അത് സിനിമയിൽ വരുന്നതിന് മുന്നേ ഒരു പരിധിവരെ സിനിമയിൽ വന്നതിന് ശേഷവും ഒക്കെ പല ആളുകളെയും വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ മമ്മൂക്കാനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ സിനിമയിൽ വന്നിട്ട് കാണുമ്പോൾ ഋതുവിന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലേ ഹൗസ് ആയിരുന്നു, അവരുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞാനൊരു ഫംഗ്ഷന് ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ഒരു വെളിച്ചം ഇങ്ങനെ അടിക്കുവാണ്. മമ്മൂട്ടി ഞാനൊരു മിനിറ്റ് ഇങ്ങനെ സ്റ്റക്കായി പോയി. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. മമ്മൂക്കനെ ഫസ്റ്റ് കാണുന്നത്. മമ്മൂക്ക നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഷൂട്ടിന് വന്നിട്ടുണ്ട്, ബോംബെ മാർച്ച് 12 എന്ന് പറഞ്ഞൊരു മൂവിയുടെ. അപ്പോൾ അങ്ങനെ നമ്മള് ഉണ്ട വർക്ക് ചെയ്താണ് മമ്മൂക്കോടൊപ്പം. പിന്നെ അതിന് ശേഷം മമ്മൂക്ക മറ്റേ കടവന്തര പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ വരും. അപ്പൊ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വെച്ച് കാണും. പിന്നെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ആള് എന്നെ വിളിക്കും, വാടാ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് എന്താ പരിപാടി, പടമൊന്നുമില്ല ചുമ്മാ കറങ്ങി നടക്കുവാണോ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് അങ്ങനെ കമ്പനിയാണ്. ശരിക്കും ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഏറ്റവും കൂടുതലുള്ള ഫോട്ടോ നാസിന്റെ ആണോ മമ്മൂക്കയുടെ? അത് സ്വാഭാവികമായിട്ട് എന്റെ തന്നെ ആയിരിക്കും. അല്ല, മമ്മൂക്കയുടെ ആയിരിക്കും. മമ്മൂക്ക ഷൈലോക്ക് വർക്ക് ചെയ്തല്ലേ അത് ഞാൻ ചക്കരപ്പന്തൽ എന്ന് പറഞ്ഞൊരു കാക്കനാട് ഒരു കടയില്ലേ ഷോപ്പുണ്ട്, അത് മറ്റേ മാർത്താണ്ഡ ചേട്ടൻ്റെ അജിവാസ്തവിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാ. ഞാൻ നോക്കുമ്പോൾ എന്തേ ക്യാരവാൻ വണ്ടികൾ, മമ്മൂക്കയുടെ വണ്ടി. അപ്പോൾ മറ്റേ ഷൈലോക്കിൻ്റെ ഷൂട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നപ്പോൾ മമ്മൂക്ക വിളിച്ചാണ്, എന്താണ് അവിടെ കറങ്ങി നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ച് അപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. എനിക്ക് അങ്ങനെ ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അൺഎക്സ്പെക്ടഡ് ഒരാൾ കണ്ടു അങ്ങനൊന്നുമില്ല. ഒരാളെ കണ്ടാലും മാറിക്കളയും, മിണ്ടാനൊന്നും നിൽക്കൊന്നുമില്ല. ഇപ്പൊ നമ്മള് തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ഞാനിപ്പോ നാളെ ഒരു ഫംഗ്ഷന് താഴെ വെച്ചിട്ട് കണ്ണുവാണെങ്കിൽ തങ്കം ഇങ്ങനെ കൈ കെട്ടി ദൂരെ ഒന്ന് നോക്കി നിൽക്കും. അവിടെ ഉണ്ടെന്ന് വന്ന് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. തങ്കത്തിൻ്റെതായ ഒരു പരിപാടി പിടിച്ച് മാറി നിൽക്കും. പക്ഷെ അത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള് പിന്നെ എങ്ങനെ ഇത്ര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഡിസൈൻ ചെയ്യണം? ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഈ നറേഷൻ ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണോ? തങ്കത്തിന്റെ നറേഷൻ ഒരു ഞാൻ പറഞ്ഞ സിനിമ കാണുന്ന പോലെയാണ്, ഭയങ്കര ഡീറ്റെയിൽ ആയിരിക്കും എല്ലാം. സ്ക്രിപ്റ്റിന്റെ നറേഷൻ മാത്രമല്ല കേട്ടോ. തങ്കം ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഒന്ന് താഴെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തങ്കത്തിനൊരു കഥ പറയാനുണ്ടാവും. താഴെ നടന്ന ഒരാളെ കടലിനെ പറ്റിയിട്ടോ ലിഫ്റ്റിൽ കയറിയതിനെ പറ്റിയിട്ടോ അത് തങ്കത്തിന്റെ നറേഷൻ ഭയങ്കര രസമാണ്. അത് വേറൊരു ആംഗിളിൽ നമ്മൾ ആരും കാണാത്ത ഒരു ആംഗിളിലായിരിക്കും പറയുക. അപ്പൊ നമ്മുടെ എപ്പോഴും നമ്മൾ കൂടുന്ന സദസ്സുകളിൽ എപ്പോഴും തങ്കം സംസാരിച്ചു തുടങ്ങുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഇപ്പൊ ഞങ്ങളും ഈ കെട്ടുകൾ ചെയ്യുന്ന സമയത്തും അഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ ഓൺ ആൻഡ് ഓഫ് ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പല പല പരിപാടികൾ, ഇയാൾ ഒപ്പിച്ച ചില കാര്യങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഈ കപ്പലണ്ടി അടിക്കുന്ന ഇത്ര മനോഹരമാക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ തലവന്റെ അതിന് മ്യൂസിക് ഇട്ടവന്റെ ഐഡിയ ആണ്. എനിക്ക് വിശന്നിട്ട് ഞാനിരുന്ന് കഴിച്ചോണ്ടിരുന്നത്. അല്ല ആസിഫിക്ക, വേറെ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഈ കപ്പലണ്ടി മിഠായി ഞാനിപ്പോന്റെ ഒപ്പം കഴിച്ചു കഴിഞ്ഞാൽ പാലടയുടെ ടേസ്റ്റ് ശരിക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ശരിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ശരിക്കും ഈ കപ്പലണ്ടി ആണെങ്കിലും കപ്പലണ്ടി മിഠായി ഈ ഫുഡിലൊക്കെ എത്രമാത്രം ഇപ്പൊ ശ്രദ്ധിക്കുന്ന ആള്, ഇത്രയും ക്രേവിങ്സും അല്ലെങ്കിൽ അത്രയും ഫുഡ് ഇഷ്ടമുള്ള ആള്?
ഫുഡ് ഇപ്പൊ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ചു വന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ എനിക്ക് ഈ ചൂട് കപ്പലണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് തിന്നാൻ ഇഷ്ടമുള്ള, ഐ മീൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അതിന്റെ ഒരു സാധനം എനിക്ക് ബേക്കറിയിൽ നിന്ന് മേടിച്ചാൽ കിട്ടൂല. നമ്മൾ തിയേറ്ററിന്റെ പുറത്ത് വിത്ത് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അതിന്റെ ആ ഒരു ടേസ്റ്റ് താല്പര്യമാണ്. അപ്പൊ എനിക്ക് അന്നത് സാനിഫാണ് വാങ്ങിച്ചോണ്ട് തന്നത്. സാനിഫിന് എന്റെ ഇരിപ്പ് കണ്ടപ്പോ പാവം തോന്നിയിട്ട് വാങ്ങിച്ചു തന്നു. അപ്പോഴാണ് ഒരു പൊതി കടലക്കുള്ള ഡിമാൻഡ്. എന്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരുടെ കൈ ഇങ്ങനെ വരുക, തലവന്റെ 65th ഡേ നടക്കുക. ഞാൻ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, സാനിഫ് എന്റെ ഇങ്ങനെ നോക്കിയിട്ട് കപ്പലണ്ടി കൊണ്ടുവന്നു പറഞ്ഞ് തന്ന് ഞാനിത് പൊട്ടിച്ച് കൈയിലിട്ട് കഴിക്കുമ്പോ പുറകിൽ നിന്ന് തോണ്ടുന്നു, അവിടെ തോണ്ടുന്നു, എല്ലാവരും കൊടുത്ത്. പിന്നെ ഇത് ഭക്ഷണത്തിനെ പറ്റി ചോദിച്ചോണ്ടാണ് ഈ തങ്കത്തിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടേഴ്സും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തങ്കം എന്റെ അടുത്ത് പറഞ്ഞു, മച്ചാനെ ഇതിന് കുറച്ച് വയറ് വേണം, കുറച്ച് കവിള് വേണം. ഈ സ്ലീവാച്ചറാണെങ്കിൽ ചെറിയ കുടവണ്ടിയും കവിളും ഡെയിലി റമ്മടിക്കുന്ന ഒരാളുടെ മുഖവും ഒക്കെ ഉള്ള ഒരു ഇതായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഫ്രീ സ്പേസ് ആണ്. ഇതിലേക്ക് വരുമ്പോ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം ബോഡി എത്ര ഇതാക്കാം അത്ര ആവണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ അതും കാര്യം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. അത് വല്ലപ്പോഴുള്ള സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ശരീരം ഒതുക്കണം. ഇപ്പൊ റഹ്മാനൊക്കെ എന്റെ പുറകെ കരിക്കുമ്പള്ളം ചെയ്യുന്ന ടൈമിൽ എല്ലാ ദിവസവും എന്റെ അടുത്ത് എന്നെ വന്ന് നോക്കൂ, ഇങ്ങനെ നീ വലിയുള്ള പറഞ്ഞിട്ട്. അപ്പൊ ഇത് ശരിക്കും ഞാൻ ആ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റ്ല ഹബ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിലും ഒരു ചൂട് പഴംപൊരി അവിടെ നിന്ന് മേടിച്ച് എനിക്ക് കൊണ്ടുതരും. അത് തിന്നും. ഷോർട്ടിന് മുന്നേ ഞാനൊരു ഹാഫ് ബോട്ടിൽ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് വയറങ്ങോട്ട് വീർത്ത്. ഇപ്പൊ ഞാനത് കഴിഞ്ഞ ദിവസം ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്നോട് എല്ലാരും ചോദിച്ചത് വയറിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയതാണ്. ഒറിജിനൽ വയറാണ്. ഈ അതേസമയം നേരെ റിവേഴ്സ് സംഭവിച്ചത്. ഇപ്പൊ ഇബിലീസിന് വേണ്ടിട്ടല്ലേ 8 കിലോളം കുറച്ച് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ ടിക്കറ്റാക്കിക്ക് അങ്ങനെ വരുമ്പോ എന്തായിരിക്കും ഈ ഫുഡ് റൊട്ടീനും പരിപാടിയൊക്കെ? അത് ഡയറ്റിൽ പിടിക്കണം. കാര്യം ഇത് അപ്പിയറൻസസ് നമ്മൾ മാറുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു 35-40% ആ ലുക്സിൽ തന്നെ ഉറപ്പായിട്ടും. അപ്പൊ അത് ഒരു വലിയ പ്ലസ് ആണ്. പിന്നെ നമ്മള് അത് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ പോകുന്ന ടിക്കറ്റ് ആക്കി ആയതുകൊണ്ട് അങ്ങനെ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ആ വയറ് ഞാൻ മൊത്തം ഉണ്ടാക്കിയാലും ടിക്കറ്റ് ആക്കിക്ക് വേണ്ടിട്ട് അത് കളയണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അങ്ങനെ പിടിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ റിസൾട്ട് വന്ന് തുടങ്ങുമ്പോ ഒരു ആവേശം വരുമല്ലോ. ടിക്കറ്റ് ആക്കി ഇനി അപ്പൊ അടുത്ത എനിക്ക് ഒക്ടോബർ പകുതിയോടുകൂടി തിരിച്ച് ഈ ശരിക്കും ഉണ്ട്. ആ സമയത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഈ ഭയങ്കര അപ്രിസിയേഷൻസ് അതിന്റെ നറേറ്റീവിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം അതുവരെ കണ്ട ആ ടൈപ്പ് ഓഫ് സിനിമകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് മമ്മൂക്ക അത് ചെയ്യുന്നു എന്നുള്ളത്, അതിന്റെ ഡയലോഗുകൾ, അതിലെ ഇന്നർ ലെയേഴ്സ് ഭയങ്കരമായിരുന്നു. ശരിക്കും ഈ ഉണ്ടൊക്കെ വർക്ക് ചെയ്തപ്പോ പിന്നീട് ഡയറക്ടറെ കഴിഞ്ഞപ്പോ കിട്ടിയൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ ആ കരിയർ. ഇപ്പൊ അതിപ്പം റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ റഹ്മാനിക്ക ചെയ്യുന്ന എല്ലാ പടത്തിലും ആളുടേതായ ഒരു ഡീറ്റെയിലിംഗ്, ഒരു എന്താ പറയുക, പുള്ളി അത് മേക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ ആളുടെ എല്ലാ പടത്തിലും അതുണ്ട്. ഇപ്പോൾ ഞാൻ അനുരാഗ് കരിക്കുമ്പളം കണ്ടിട്ടാണ് റഹ്മാനിക്കൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നടന്നാണ് ഉണ്ടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അനുരാഗ് കരിക്കുമ്പളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. ആ ടൈമിൽ ഇറങ്ങിയ ഒരു സിനിമകളിൽ ഒരു ട്രെൻഡായ വേറൊരു മേക്കിംഗ് സ്റ്റൈലുള്ള ഒരു പടമായിരുന്നു. ഒരു ഭയങ്കര രസമുള്ള പടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റഹ്മാനിക്കാൻ്റെ കൂടെ കയറി പിന്നെ ഉണ്ട വർക്ക് ചെയ്തു, തല്ലുമാല വർക്ക് ചെയ്തു. അത് നമ്മളൊരു 7 days ഒരാഴ്ച തിയേറ്ററിനകത്ത് രാപകലില്ലാതെ 24 hour അടി ഷൂട്ട് ചെയ്ത്. ഈ ശരിക്കും പറയാം ഇപ്പൊ ഈ ആക്ടേഴ്സ് അവരുടെ 40s വേണ്ടി ഈ പ്രിപ്പയർ ചെയ്യാന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇപ്പൊ തമിഴിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ അവരുടെ 40s ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അവർക്ക്. ഇപ്പോൾ ക്രിട്ടിക്കലിയും കൊമേഴ്ഷ്യലിയും അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ക്യാരക്ടർ ഒരു യങ്സ്റ്ററിൽ നിന്നും അവർ ടേൺ ഔട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ആ സിക്കൊക്കെ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ട് ഈ 40s ആക്ടേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും. ഇതുവരെ ഉണ്ടായില്ല, നീ പറഞ്ഞപ്പോഴാണ് ഞാനത് അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല ഇതുവരെ മനസ്സുകൊണ്ട്. പിന്നെ എനിക്കൊന്ന് ആക്ടറുടെ ഒരു സ്ക്രീനേജ് എന്നുള്ളത് ബ്രേക്ക് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനിപ്പം. ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതില് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ, പിന്നെ ഫിസിക്കലി നമ്മൾ കുറെ കൂടെ ശരീരം നോക്കണം എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യണം. ഇപ്പൊ ഞാൻ
ഇവരുടെ വാക്കും കേട്ട് ഞാൻ പോയി തല ഷേവ് ചെയ്ത മുടി വരുമോ എന്റെ ഒരു ഒറ്റ കാര്യമുള്ളൂ ചേട്ടാ, വടിക്കൊക്കെ ചെയ്യാം, പക്ഷെ അത് തിരിച്ചു വന്നില്ല തന്നെ ഞാൻ അത് ഞാന് ഇപ്പം ഈ ജോഫിന്റെ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും മനോജ് കെ ജയനായിട്ട് ഒരു സീൻ എടുത്തോണ്ടിരിക്കുക. മനോജേട്ടനെ ഞാൻ ഫേസ് ടു ഫേസ് സംസാരിക്കാം. അപ്പൊ ഇതിന്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ലൈറ്റപ്പിൽ എന്തോ കറക്ഷൻ ചെയ്യും. മനോഹരനെ നമ്മളിങ്ങനെ കണ്ണിൽ നോക്കിയാണല്ലോ സംസാരിക്കുക നോർമലി. അപ്പൊ ഇതിന്റെ ഇടയിൽ മനോഹരൻ എന്നെ ഇങ്ങനെ തലയിലേക്ക് ഇടക്കിടക്ക് എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ മനോഹരനോടാ, നീ എന്താണ് മുടിയൊന്നും നോക്കുന്നില്ല മോനെ, എന്താ ഇത് കഷണ്ടി കയറി തുടങ്ങിയല്ലോ. അവൻ ചേട്ടാ ഇത് ഞാൻ കഴിഞ്ഞ പടത്തിൽ ഷേവ് ചെയ്തതാണെന്ന്. മനോജേട്ടൻ നമ്മൾ പൊട്ടിത്തെറിച്ച് മനുഷ്യന്മാരെ ഓരോ മുടിയും പറക്കി വെച്ചിട്ട് ഷേവ് ചെയ്ത് കളയണോ. അപ്പൊ ആ സമയത്ത് ആ ക്യാരക്ടറിനെ പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അതും ഇല്ല ഇതും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വയറ് വേണം, കഷണ്ടി വേണം, ഇയാളുടെ നിപ്പ് ഇങ്ങനെയായിരിക്കണം. ഇപ്പൊ ഫ്രെയിമിൽ ഞാൻ വന്ന് നിൽക്കുമ്പോ ഇയാളുടെ വയറായിരിക്കും ആദ്യം പ്രൊജക്ട് ചെയ്ത് നിൽക്കുക. ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതിന് ഞാൻ ബോധേഡാണ്, എന്റെ ലുക്സിനെ പറ്റി ഞാൻ ബോധേഡാണ്. ആൾക്കാർ എനിക്ക് വയറുണ്ടെന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നതിൽ കാര്യമില്ല. ആ ക്യാരക്ടർ മാത്രമായിരിക്കും ആ സമയത്ത്. അപ്പൊ അതിനെ അങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഗെറ്റിംഗ് ലവ് ബൈ പീപ്പിൾ ഉണ്ടല്ലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ആണെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോ യാസ്മികയുടെ പഴയ ഒരു വോയിസ് നോട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരാളോട് പറഞ്ഞില്ലേ നീ എന്താ എന്നോട് ഒന്നും മിണ്ടാതിരുന്നെന്ന് ചോദിച്ചിട്ടുള്ള ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. യാസ്മിക പണ്ടൊരു ഫാൻ അയച്ചൊരു സാധനം, നീ കണ്ടിട്ട് എന്താ വണ്ടിയിൽ വന്നിട്ട് എന്നോട് മിണ്ടാണ്ട് പോയെ. അപ്പൊ ഈ ഗെറ്റിംഗ് ലവ് ബൈ പീപ്പിൾ ശരിക്കും മനസ്സിലാക്കിയ ദിവസങ്ങളായിരിക്കുമല്ലോ ഈ പോയതും കഴിഞ്ഞ്. ഇപ്പോൾ ഇത്രയും ആളുകൾ ഒരുപാട് ഇൻബോക്സിലും അങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും അതെങ്ങനെ ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ഇനിയും നല്ല സിനിമകൾ ചെയ്യാനൊക്കെ? ഉറപ്പായിട്ടും അങ്ങനെയല്ലേ, നമ്മൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇത്രയും ഇത് പറയുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മൊത്തം നമ്മൾ നല്ലത് മാത്രം ചെയ്യുന്ന, നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് തോന്നും. അത് പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെല്ലാവരും ഒരു മൊമെന്റിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ നാളെ അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തേക്കാം, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പൊ ഞാനും നല്ലത് മാത്രം ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒത്തിരി ഇത് വരുമ്പോ എന്താ എൻ്റെ അടുത്ത് അത് വരുമ്പോൾ അത് വലിയൊരു ഷോക്കായിരിക്കും ആൾക്കാർക്ക്. അപ്പൊ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു ലേബിൾ ഞാനൊരു നല്ല മനുഷ്യരാണ്, ഒരു നന്മപരമാണെന്നൊക്കെ ആളുകൾക്ക് തോന്നാൻ പാടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ വേറെ കാര്യം കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ആക്ടേഴ്സ് കടന്നു പോകുന്ന സ്റ്റേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ തലവൻ തന്നൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. ഈ ഡെഫിനറ്റ്ലി 2 ഒരു സീക്വൽ ആയിരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും അതെന്നൊരു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിസേട്ടനോട് സംസാരിച്ചപ്പോൾ എന്താ ശരിക്കും തോന്നിയൊരു കാര്യം? ഈ തലവൻ ഹിറ്റായി നല്ലൊരു സക്സസ് കിട്ടി എന്ന് പറഞ്ഞപ്പോഴും ഇപ്പം എനിക്ക് തന്നെ ഞാനും ജിസും ചെയ്യുന്ന സിനിമ ഇതിനു മുന്നേ സംസാരമായിട്ടുണ്ട്. പക്ഷെ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഭയങ്കര വലിയൊരു പരിപാടി ആയിരിക്കും. അതായത് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും ആളുകൾക്ക്. കഴിഞ്ഞ പടം നന്നായിരുന്നു, ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ബീച്ചേട്ടനോട് ഇനി അടുത്ത പടം എങ്ങനെ ചെയ്യുന്നുള്ള പേടിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് ഞങ്ങളുടെ കോമ്പനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ഓരോ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിരിക്കുക. ഈ സുരാജനായിട്ട് എങ്ങനെ എഡ്യൂക്കേഷൻ വരുമ്പോ? ഞാൻ സുരാജനായിട്ട് പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനും സുരാജേട്ടനായിട്ട് ഫസ്റ്റ് പടമല്ലേ? ഞാനിങ്ങനെ തപ്പിയപ്പോ ഞാനോട് വല്ലതും മിസ്സായതാണെന്ന് ലിറ്ററലി വിചാരിച്ചിട്ടില്ല. മിസ്സായിട്ടുണ്ട്. ഞങ്ങള് ഫാലിമി ഞങ്ങളാണ് ആദ്യം സ്ക്രിപ്റ്റ് കേൾക്കുന്ന ആളായിരുന്നു. പിന്നെ അതിനകത്ത് എന്തൊരു കൺഫ്യൂഷൻ നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്തുണ്ടായി. ആ പടം മാറിപ്പോയി. അതായത് നമ്മൾ ശരിക്കും ആദ്യം ചെയ്തിരുന്നത്. പിന്നെ പക്ഷെ ഞാൻ സുരാജനായിട്ട് എനിക്ക് തോന്നുന്ന സിനിമയിൽ വന്ന സമയം മുതൽ ഞങ്ങൾ പണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞിട്ട് എം എ നിഷാദ് ഡയറക്ട് ചെയ്തൊരു സിനിമയുണ്ട്. അതിനാണ് ഞങ്ങൾ ആകെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് ഈ സിനിമയിലും വർക്ക് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺ ആൻഡ് ഓഫ് സ്ക്രീനിൽ നമ്മൾ നല്ല സിംഗ് ആണ്. സുരാജേട്ടൻ അറിയാലോ, സുരാജേട്ടനും അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നമുക്ക് ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ ഇവര് ഇങ്ങനെ ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു തോട്ട് വന്നായിരുന്നു ശരിക്കും? അല്ല, അത് ഇവര് ആക്ച്വലി ഒരുമിച്ച് ഒരു കോംബോ ചെയ്തിട്ടില്ല പടം. ഇവര് ത്രൂ ഔട്ട് അങ്ങനെ ഒരു ത്രൂ ഔട്ട് എന്നല്ല എനിക്ക് തോന്നുന്നു. പിന്നെ സുരാജേട്ടനും മാസുക്ക് അഭിനയിച്ച മല്ലു സിംഗില് അത് പിന്നെ ഗസ്റ്റ് റോളാണ്. കോമ്പിനേഷൻ വേറെ അങ്ങനെ പടം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സുരാജേട്ടൻ ചെയ്ത ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ സുരാജേട്ടൻ തന്നെ ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ടൈലർ മെയ്ഡ് പോലെ. ഈ
ബിഫോർ കൺക്ലൂഡ് കഴിഞ്ഞ ദിവസം സിബി സാറിന് ഇന്റർവ്യൂ എടുത്തപ്പോൾ സിബി സാർ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഈ ഡാൻസ് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിരുന്ന ആള് പിന്നീട് ബാച്ചിലർ പാർട്ടിയിലാണ് നമ്മൾ കാണുന്നത് ഈ ഭയങ്കര ഡിഫിക്കൽട്ട് സ്റ്റെപ്പിൽ ഡാൻസ് കളിച്ച്. ആ ഡാൻസ് കളിക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു? ഡാൻസ് കളിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ്. ഇപ്പോഴും എനിക്ക് ഞാൻ പറയും നാളെ സോങ് ആണ് ഡാൻസ് ആണെങ്കിൽ എന്റെ അടുത്ത് ഇന്ന് രാത്രി പറയരുത്, കാര്യം ഇന്നത്തെ ഉറക്കം പോകും. ലൊക്കേഷൻ പറഞ്ഞാൽ മതി, അത്രയും നേരം മനസമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഡാൻസ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലോ കോളേജിലോ ഒന്നും ഒരു രീതിയിലുമുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നില്ല. പിന്നെ ഒരാൾ പറഞ്ഞു തരുന്ന ഡാൻസ് പഠിച്ച് ചെയ്യാൻ ഉള്ള അത്രയും കഴിവുള്ള ഒരു ഡാൻസർ അല്ല. അപ്പൊ ഞാൻ ഈ ഒപ്പിക്കലിന്റെ ആളാണ്. അപ്പൊ വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചടിച്ചടിച്ച് ഒരു ഫുൾ ഡേ കളയാനേക്കാളും നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്, ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ റെഡിയാണ്. പിന്നെ അത് ടെൻഷൻ അടിക്കണല്ലോ. ഇപ്പൊ എപ്പോഴും എനിക്ക് ടെൻഷനാണ് ഡാൻസ് കാണാൻ. ബാച്ചിലർ പാർട്ടിയിൽ എത്ര ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്? ടേക്സ് ഇഷ്ടം പോലെ. ടേക്സിന്റെ എന്താണെന്നറിയോ, ടേക്സ് നമ്പർ ഓഫ് ടേക്സ് കൂടുക എന്ന് പറയുന്നത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. നമ്പർ ഓഫ് ടേക്സ് കൂടുന്നത് ഇവനെ കൊണ്ട് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കൂടുതൽ ടേക്സ് പോവുക. അല്ല ഇവനെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ആദ്യത്തെ ടേക്ക്. മൂന്നാമത്തെ ടേക്കിൽ ഓക്കെ. അത് നമ്മള് നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്പർ ഓഫ് ടേക്സ് പോകുന്നത്. അത് ഇഷ്ടം പോലെ ഇപ്പൊ സോങ്ങിനൊക്കെ എത്ര എനിക്ക് ഇഷ്ടം പോലെ പോകുന്നു. ഇതില് ഡാൻസ് ഉണ്ട്. അത് ഒടിഞ്ഞ കാലും വെച്ച് എന്നെ കളിപ്പിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് വാസ് ടെറിബിൾ. എന്തായിരുന്നു അതിന്റെ ഒരു തേജവികാരം? ഈ ഡാൻസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിനൊരു ഭയങ്കര പോയിന്റിലാണ് ഇത് വരുന്നത്. അപ്പൊ ആ ക്യാരക്ടർ ഡാൻസ് ചെയ്തേ പറ്റൂ, കളിക്കണം. അത് ആ സ്ക്രിപ്റ്റിങ്ങിന് തന്നെ ഉണ്ട് അയാൾ ഡാൻസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. പക്ഷെ എന്റെ പ്രശ്നം വെച്ചാൽ ഞാൻ ആ ഇഞ്ചുറി കഴിഞ്ഞിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ സ്ക്രിപ്റ്റിൽ ചെയ്യുന്നതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഡാൻസ് ചെയ്തു. അതായത് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്, പക്ഷെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറ്റിച്ചിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്. ഈ ഡാൻസ് തന്നെ നമുക്ക് തന്നെ ആക്ച്വലി ഒരു ഭയങ്കരമായിട്ട് വിഷമം വരും. അതായത് നമ്മളിപ്പോൾ ഒരു കട്ട് വരെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇക്ക വന്നിട്ട് പാൻറ് ഊരിയിട്ട് ഐസ് പാക്ക് വെച്ചിരിക്കുകയാണ് ഓരോ ഷൂട്ട് കഴിയുമ്പോൾ. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ക്യാരക്ടറിന്റെ തടിയും കൂട്ടിയല്ലോ, ഓവർവെയിറ്റും കൂടി വന്നു, അങ്ങനെ കൂടി സംഭവിച്ചു. ഇത്ര ലൗഡ് ക്യാരക്ടർ ആണല്ലോ ശരിക്കും പറയാം. ഇതിനു മുമ്പ് ലൗഡ് ചെയ്തെങ്കിൽ ഹണീബി ഭയങ്കര ലൗഡായിരുന്നു, മോസയില് ഒരു പരിധി വരെ ലൗഡല്ലേ കുറച്ചുകൂടെ. ഈ ലൗഡ് ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താ? അത് ഇത് ഇത്രേ ഉള്ളൂ. ആസിഫ് ഖാനെ നമ്മൾ അഴിച്ച് വിട്ടേക്കാണ്. അത് ആള് ഒരു ലൗഡ് ക്യാരക്ടറിൽ ഉപരി ഒരു വൈബി ക്യാരക്ടർ, കുറച്ചുകൂടി ആള് ഭയങ്കര ഫ്രീ അല്ലേ, അതായത് ഒരു ഓപ്പൺ ഹൃദയം. ഓപ്പൺ എന്റെ അടുത്ത് എല്ലാ ദിവസവും എല്ലാ ഷോട്ടിനും മുന്നേ എന്റെ അടുത്ത് ഓപ്പൺ ആവും. അത് നമ്മൾ ഒരു പോയിന്റ് പോലും ഉള്ളിൽ പിടിത്തം വേണ്ട. മറ്റേ എന്താ നൂല് പൊട്ടിയ പട്ടം എന്നൊക്കെ പറയില്ല, അതുപോലെ പറക്കുന്നതാണ് തങ്കം പറയുന്നത്. ഇപ്പൊ തങ്കച്ചേട്ടനാണ് എന്റെ അടുത്ത് പറയാ, ഇപ്പൊ ഈ ക്യാരക്ടർ ചിരിക്കുവാണ്, ചിരിക്കുമ്പോ ഹൃദയത്തിൽ നിന്ന് ചിരിക്കും, ഓപ്പൺ ആയിട്ട് ചിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എക്സൈറ്റഡ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് സുരാജേട്ടന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ എന്താ ഇൻട്രോവേർട്ടിലുപരി, പിന്നെ പുള്ളി വന്ന് പെട്ട സ്ഥലം അങ്ങനെ പരിചിതമില്ലാത്ത സ്ഥലത്താണ്. പുള്ളി കണ്ടതൊന്നും പുള്ളി കണ്ടിട്ടില്ല. പുള്ളി ഒരു കട്ടപ്പനക്കാരനാണ്. അപ്പൊ അതിൻ്റെതായ ഇപ്പൊ ഈ ആസിക്കയുടെ ഈ ഫാമിലിയുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ ആസിക്കയുടെ കണ്ടിട്ട് കുറെ ആക്ടേഴ്സ് ഈ പറഞ്ഞിട്ടുണ്ട് ഫാമിലി കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്യാൻ പഠിച്ചു, എങ്ങനെയായിരിക്കണം ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായ സംഭവം, അതായത് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര ഓർഡറായി, ഡിസിപ്ലിൻ വന്നു കുറച്ചുകൂടെ. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും, ഫാമിലിക്ക് വേണ്ടി ഇത്രയും. അന്ന് ആസിഫിനോട് ആരാ ശരിക്കും അന്ന് പറഞ്ഞു തന്ന ഒരു സംഭവമൊക്കെ? എടാ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്കൊരു അതായത് ഞാൻ പറഞ്ഞത് ഞാൻ ഫുൾ പഠിച്ചത് ബോർഡിങ്ങിലും പിന്നെ സുഹൃത്തുക്കളുടെ കൂടെ ആയിരുന്നു ലൈഫ് മുഴുവൻ കല്യാണത്തിന് മുന്നേ. അപ്പൊ അതിൽ നിന്നൊരു ചേഞ്ച് വന്നു. ഫാമിലി ലൈഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അതൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോഴും അതിനുള്ളൊരു സ്പേസും അതെന്റെ ഒരു ഹാപ്പി പ്ലേസ് ആണ്, എന്റെ ഫ്രണ്ട്സ് ആണ്, എന്റെ ഫാമിലിയാണ്. അപ്പൊ അത് വേണമല്ലോ ലൈഫിൽ. ഇപ്പോ 2 അടുപ്പിച്ച റിലീസാണ്, ലെവൽ ക്രോസും 2 ആഴ്ചയില്. അപ്പോ തലവന്റെ സക്സസിലാണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഈ പറഞ്ഞ വരുന്ന സിനിമകൾക്കൊക്കെ ആസിഫലി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പറഞ്ഞ പോലെ തുടക്കമാണ്,
അറിയാം. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഓൾ ദി ബെസ്റ്റ് എന്നാൽ പറഞ്ഞ പോലെ സിനിമ വലിയ വിജയമാകട്ടെ. അപ്പോൾ ഫ്രം ദ ക്രിയേറ്റർ ഓഫ് സ്ലീവാച്ചൻ അടുത്തൊരു ആസിഫ് അലി മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Okay.